കൊൽക്കത്തയിലെ യുവ ഡോക്ടറുടെ കൊലപാതകത്തിൽ മമതയ്ക്കും സർക്കാരിനും നേരെയുള്ള രൂക്ഷ വിമർശനം എല്ലാ കോണിൽ നിന്നും ശക്തമാവുകയും രാജിവെക്കണമെന്ന ആവശ്യം ഉയരുകയും ചെയ്ത് പ്രതിരോധത്തിലായ മമതാ ബാനർജി വിഷയത്തിൽ അവസരോചിതമായ ഇടപെടൽ നടത്തിയിരിക്കുകയാണ്. തന്റെ സംസ്ഥാനത്തെ സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷയ്ക്കായി മാതൃകാപരവും അഭിനന്ദനാർഹവുമായ അപരാജിത ബിൽ പാസാക്കിയിരിക്കുകയാണ് മമതാ ബാനർജി. ബലാത്സംഗ ലൈംഗികാതിക്രമ കേസുകളിലെ കുറ്റവാളികൾക്ക് വധശിക്ഷ നൽകുന്ന അപരാജിത ബിൽ ഐക്യകണ്ഠേനയാണ് പശ്ചിമ ബംഗാളിൽ പാസാക്കിയത്. കേന്ദ്ര നിയമം ഭേദഗതി ചെയ്താണ് ബിൽ അവതരിപ്പിച്ചത്. ആദ്യമായാണ് ഒരു സംസ്ഥാനം കേന്ദ്ര നിയമം ഭേദഗതി ചെയ്ത് ബിൽ പാസാക്കുന്നതെന്ന പ്രത്യേകതയും ഇതിനുണ്ട്. കൊൽക്കത്തയിലെ ആർജി കാർ മെഡിക്കൽ കോളേജിലെ യുവ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് ബംഗാൾ സർക്കാർ അതിവേഗം പുതിയ നിയമത്തിന് രൂപം നൽകിയത്. അതേസമയം ഡോക്ടറുടെ കൊലപാതകത്തെ രാഷ്ട്രീയ ആയുധമാക്കാൻ എല്ലാ അടവുകളും പയറ്റുകയാണ് BJP. പ്രതിഷേധങ്ങളിലൂടെയും വിമർശനങ്ങളിലൂടെയും മമതയുടെ രാജി തന്നെയാണ് ബംഗാളിൽ BJPയുടെ ആവശ്യം. BJPക്ക് തീരെ വേരുറയ്ക്കാത്ത ബംഗാളിൽ എങ്ങനെയെങ്കിലും അത് ഉണ്ടാക്കുക തന്നെയാണ് അവരുടെ ലക്ഷ്യം. എന്നാൽ BJPക്ക് ഒട്ടും ഇടം കൊടുക്കാതെ എല്ലാ പഴുതുകളും അടച്ചാണ് മമതയുടെ നീക്കം. അതിന്റെ ഭാഗമായാണ് അടിയന്തരമായി ബിൽ പാസാക്കുക പോലുള്ള നടപടികളിലേക്ക് സർക്കാർ കടന്നത്. ബില്ലിനെ ചരിത്രപരവും മാതൃകാപരവുമെന്നാണ് മുഖ്യമന്ത്രി മമതാ ബാനർജി വിശേഷിപ്പിച്ചത്. ലിംഗാധിഷ്ഠിത അതിക്രമങ്ങൾക്കെതിരായ പോരാട്ടത്തിൽ സുപ്രധാന ചുവടുവയ്പായിട്ടാണ് ബില്ലിനെ കാണുന്നതെന്നും മമത അഭിപ്രായപ്പെട്ടു. ഭാരതീയ ന്യായ സംഹിത 2023, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത 2023, ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നുള്ള കുട്ടികളുടെ സംരക്ഷണ നിയമം 2012 എന്നിവയ്ക്കു കീഴിലുള്ള വ്യവസ്ഥകളിൽ ഭേദഗതികൾ ആവശ്യപ്പെടുന്ന ബില്ല് ഇരയുടെ പ്രായം പരിഗണിക്കാതെ തന്നെ ബാധകമായിരിക്കും. അത്തരം കേസുകളിൽ ജീവപര്യന്തം തടവ് എന്നത് നിശ്ചിത വർഷങ്ങളല്ല, മറിച്ച് കുറ്റവാളിയുടെ ജീവിതത്തിന്റെ അവശേഷിക്കുന്ന വർഷങ്ങളായിരിക്കുമെന്നും ബില്ലിൽ പറയുന്നു. സാമ്പത്തിക പിഴ ഈടാക്കാനുള്ള വ്യവസ്ഥകളും ബില്ലിൽ ഉൾപ്പെടുന്നു.